3 അല്ലെങ്കിൽ 4% റിട്ടേണേ സ്വിംഗ് ട്രേഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു 5% ഒക്കെ അല്ലേ മാക്സിമം. അപ്പോൾ അത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ മ്യൂച്വൽ ഫണ്ട്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫണ്ട് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്താൽ പോലെ ശരിക്കും ഒരു 30 അല്ലെങ്കിൽ 40% റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം സാധാരണ ആൾക്കാർ പറയുന്ന പല മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസിൻ്റെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നത് എവിടെ നിന്ന് കിട്ടണം, പിന്നെ എന്തിനാണ് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. പല ആൾക്കാരും പറഞ്ഞേക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടിലിട്ടാൽ 30% കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ, 40% കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഈ 30-40% കിട്ടുന്നത് കഴിഞ്ഞ ഒരു 1-2 വർഷം കിട്ടുന്നതുകൊണ്ടാണ് ആ മ്യൂച്വൽ ഫണ്ട് പോപ്പുലർ ആയത്. അല്ലെങ്കിൽ അത് മണി കൺട്രോളിൻ്റെ investing.com ഒക്കെ ബെസ്റ്റ് എന്താ പറയുക ടോപ്പ് സെല്ലിംഗ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു റിയാലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഒരു ആവറേജ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 20 മ്യൂച്വൽ ഫണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിട്ടേണിൻ്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 17% മാത്രമാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മോത്തിലാലിൻ്റെ ഒരു ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടാണ് ഈ 10 years റിട്ടേൺസിൻ്റെ ആവറേജ് അബവ് 20, അതായത് 22% കൊണ്ടുപോകാൻ പറ്റിയത്. അതായത് ഒരു വർഷം 22% അല്ലെങ്കിൽ 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അക്യുമുലേറ്റ്സ് ടു അപ്രോക്സിമേറ്റ്ലി 1.5 or 6% പെർ മന്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കേസും ഇതും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ്ങിന് 4-5% എന്ന് പറയുമ്പോൾ ഇറ്റ് കൺവേർട്ട്സ് ടു അപ്രോക്സിമേറ്റ്ലി 50 or 60% പെർ ഇയർ. അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു 4 or 5 times അല്ലെങ്കിൽ 3 or 4 times ആണ് സ്വിംഗ് ട്രേഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പഠിച്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 3 times റിട്ടേൺ ആണെങ്കിൽ പോലും ഇപ്പോൾ 20%, 60% എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3 times ആണ്. ആ ഒരു റിട്ടേൺ ഒരു മാസം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഓവർ ഇയേഴ്സ്, അതൊരു 5-6 years നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ പോലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഭീമമായൊരു വ്യത്യാസം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും സ്വിംഗ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും തമ്മിലുണ്ട്.